എന്താ മൂരിയെ കാട്ടണേ? എന്താ നേരം മുഴുവൻ തിന്നത് പോരാ കൊതിക്കുട്ടന്മാർക്ക്? തീറ്റ കൂടണന്റെയാ. കുഞ്ഞമാ മൂരികളെ തൊഴുത്തിലേക്ക് കയറ്റ്. എന്തിയേ ഇന്ന് ഇത്ര വൈകിയേ? പകുതിക്ക് നിർത്തണ്ട, ഉഴുത കണ്ട അങ്ങോട്ട് തീർന്നോട്ടെന്ന് വെച്ചു. ഇനി പടവലത്തിന് വെള്ളം ഒഴിച്ചില്ലേ മലജെ? വൈകുന്നേരം ഞാനാ ഒഴിച്ചേ. പിന്നെന്താ ഒരു വാട്ടം പോലെ? സുധേന്തി അവള് പഠിക്കുക. ഈശ്വരനാമം ജപിച്ചിട്ട് പഠിച്ചാ പറ്റില്ല. പിന്നെ എങ്ങനെയാ പരീക്ഷക്ക് നോക്കാണ്ടിരിക്കണേ? വിജയന്റെ കത്തുവല്ലേ വന്നോടി? ഇല്ല. പരീക്ഷ തുടങ്ങിയോ ആവോ? ആ നാലിനോട് ഉരുക്കളൊക്കെ പുല്ലിട്ട് കൊടുക്കാൻ പറയും. ഭഗവാനെ ഇനി രണ്ടാളും എഴുന്നേറ്റ് പോയിക്കോ. അച്ഛാ, ഈ ചെവി തിരിച്ചു. അവനെന്റെ പെൻസിൽ എടുത്ത് കിണറ്റിലിട്ടിട്ടാ അച്ഛാ. എന്നെ ഒരു കടിയും കടിച്ചു. നോണയാ അച്ഛാ? നോണ. അച്ഛനാണ് സത്യം. എന്നെ കടിച്ചു മുറിച്ചു. ആരെയും കടിക്കാൻ പാടില്ല കേട്ടോ. കടിക്കണ കുട്ടികൾക്ക് കോന്ത്രമ്പല് വരും. നാണിത്തളുടെ പല്ല് കണ്ടിട്ടില്ലേ? നീണ്ട പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ. ആരെയും കടിക്കരുത് കേട്ടോ. ഓ പൊന്നാര ചെക്കൻ, കോന്ത്രമ്പല് വരും. നോക്കിക്കോ, ഉറപ്പാ. അത് ശരി, നീ ഇവിടെ കഥ വായിക്കുക. വല്യേട്ടൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നീ പഠിക്കാന്ന്. ഇവിടെ കഥ വായന. വെറുതെ എന്നെ കൂടി ചീത്തയിപ്പിക്കില്ല കേട്ടോ. എന്റെ അമ്മേ, ആരറിഞ്ഞു വല്യേട്ടൻ വന്നത്? പഠിക്കാൻ ഇങ്ങനെ ഒരു മടിച്ച്. പഠിച്ചില്ലെങ്കിൽ കേടത്തിയെ പോലെ വല്ല കമ്പനി ജോലിക്കാരനെ കൊണ്ടും കെട്ടിക്കും. പഠിച്ചൊരു നിലയിലെത്തിയ നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരെ കിട്ടും. അമ്പിയടുത്തി മക്കളും വന്നിട്ട് 1-2 മാസായില്ല അമ്മായിയെ. വരാണ്ടിരിക്കുക ഭേദം. പരാതി കേക്കണ്ടല്ലോ. നിന്നോട് കാളയ്ക്ക് പുല്ലിട്ട് കൊടുക്കാൻ പറഞ്ഞു ഏട്ടൻ. ഇന്നലത്തെ പുല്ല് ബാക്കിയുണ്ടെന്നല്ലേ? ഇല്ല, ബാക്കിയുണ്ടായിരുന്നത് വൈകുന്നേരം പയ്യനിട്ട് കൊടുത്തു. എന്നാ ഏട്ടന്റെ കിട്ടണത് വേഗം ചെന്ന് മേടിച്ചോ. അയ്യോ എന്റെ അമ്മേ, ഒരുക്കള് പുല്ല് മാത്രമേ തിന്നുള്ളൂ എന്ന് വെച്ചാ കഷ്ട. തൽക്കാലം 2 കണ്ണ്